ഏറ്റവും നല്ല കൃഷിഭൂമിയും അതേപോലെ കൃഷിക്കാരുമുള്ള ഇടമാണ് കുറ്റ്യാടി. ഇവിടുത്തെ തേങ്ങ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതായി കരുതപ്പെടുന്നു. സർക്കാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം കുടുംബ കൃഷിയിൽ വ്യാപൃതനായ ടോം ജോസഫിനെ പരിചയപ്പെടാം. ഇദ്ദേഹത്തിന് 3 തലമുറയുടെ സക്സസ് സ്റ്റോറി പറയാനുണ്ട്. യുടെ ഓരത്തായിരുന്നിട്ടും ഇദ്ദേഹത്തിന്റെ ഭൂമി മിക്കവാറും ഡ്രിപ്പ് ഇറിഗേഷനും സ്പ്രിംഗ്ലർ ഇറിഗേഷനും ചെയ്തിരിക്കുന്നു. എങ്ങനെ കൃഷി ആദായകരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ടോം ജോസഫിൽ നിന്ന് പഠിക്കാം. സാറ് എങ്ങനെ ഈ കൃഷി വീണ്ടും റിട്ടയർമെൻറ്റ് ചെയ്ത് ഇപ്പം താല്പര്യം വന്നോ? വീണ്ടും ചെയ്തതല്ല, ഇറ്റ് വാസ് ദെയർ ഇൻ മൈ ബ്ലഡ്. എൻ്റെ ബ്ലഡിലുണ്ടായിരുന്നത്. ബിക്കോസ് എൻ്റെ ഗ്രാൻഡ് ഫാദർ നല്ലൊരു പ്ലാന്ററായിരുന്നു, എൻ്റെ ഫാദർ നല്ലൊരു പ്ലാന്ററായിരുന്നു. എനിക്ക് ആ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഓൾറെഡി ദെയർ ഇൻസൈഡ്. ഓക്കെ, അതൊരു വെറും ഇൻട്രസ്റ്റ് അല്ല, ദാറ്റ് ഇസ് എ പാഷൻ. അല്ലേ? പാഷൻ ഇല്ലാണ്ട് രക്ഷപ്പെടില്ല അല്ലേ? പാഷൻ ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും നടക്കില്ല. എക്സ്ട്രാ പാഷൻ. അതെ. അത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ കേരളത്തിലെ കൃഷി ആൾക്കാർ നഷ്ടമാണെന്ന് പറയുന്നത്? അത് നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ? അതതിൻ്റെ അത് വേണ്ട രീതിയിൽ കൃഷി ചെയ്യാത്തതുകൊണ്ടാണ്. ആ വേണ്ട രീതിയിൽ എന്നുള്ള ഇൻവെർട്ടർ കോമയിലിട്ടു. സാറിന് ഇതെങ്ങനെയാണ് ഈ ലാൻഡ് ഇങ്ങനെ എത്ര ബ്യൂട്ടിഫുള്ളായി കൊണ്ടു നടക്കാൻ പറ്റുന്നത്? ഞാൻ സാധാരണ ചെയ്യുമ്പം എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ വാസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൻ്റെ അകത്ത് ഡിസിപ്ലിൻ പഠിച്ചു, പിന്നെ വൃത്തി, അതങ്ങനെ ചെറുപ്പം തൊട്ടേ പഠിച്ചു വന്നത്. അതെ അതെ. എഡ്യൂക്കേഷൻ, എൻ്റെ സ്കൂളിങ് ഹാഡ് എ ഗ്രേറ്റ് റോൾ ഇൻ മൈ ലൈഫ്. അത് വൃത്തിയായിട്ട് അവിടുന്ന് ഞാനെല്ലാം പഠിച്ചു. പിന്നെ കുടുംബത്തിൽ നിന്നും പഠിച്ചു. പിന്നെ വീട്ടിലുള്ള ഡെഫിനറ്റ്ലി ഹാർഡ് വർക്കിംഗ്. ഹാർഡ് വർക്കിംഗ്. അത് കാരണം ആൾക്കാരെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പലയിടത്തും കാണുന്ന, കോഴിക്കോട്ടിലും നമ്മൾ കാണുന്നു. കാരണം ആൾക്കാർ കൃഷി നഷ്ടമാണെന്നും പറഞ്ഞിട്ട് കുറേശ്ശെ അങ്ങ് വിൽക്കും, എന്നിട്ട് ലാവിഷായിട്ട് അങ്ങ് സിറ്റിയിൽ വന്ന് താമസിക്കും. സാറിന് അങ്ങനത്തെ ആൾക്കാരോട് എന്താ അഭിപ്രായം? ഇല്ല, അതിനെപ്പറ്റി അത് ഓരോരുത്തരും ഓരോ നേച്ചറാണ് എന്താ പറയുന്നത്. ഞാനിപ്പം രാവിലെ വരും, പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു സാധനങ്ങൾ വാങ്ങാറില്ല, എല്ലാം ഇവിടുന്ന് തന്നെ, എല്ലാം നാച്ചുറൽ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന്. പിന്നെ പറഞ്ഞ പോലെ പാഷൻ, ഇൻട്രസ്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ ലോകത്ത് ഒത്തിരി സ്ഥലങ്ങളൊക്കെ പോയി കാണത്തില്ല, നല്ല രസമെന്ന് പറഞ്ഞാൽ. ഞാനിതിനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടല്ലോ. ഓൾ 3 സൈഡ്സ് റിവറാണ്, പെരനിയൽ വാട്ടറുണ്ട്. അത്രയും ഫെസിലിറ്റി നമുക്ക് കിട്ടിയിട്ട് നമ്മൾ നല്ലപോലെ ചെയ്തില്ലെങ്കിൽ അതൊരു വലിയൊരു ഇതല്ലേ. അതെ അതെ അതെ. ഇനി എപ്പോഴാണ് ചെയ്യാൻ പറ്റുന്നത്? അതെ അതെ അതെ. അപ്പോൾ പുതിയ തലമുറയോട് സാറിന് എന്താ അഭിപ്രായം? കൃഷി എടുത്ത് മുന്നോട്ട് പോകണോ? അവർക്ക് ഡീസൻറ്റ് ലൈഫ് കിട്ടുമോ കൃഷി ചെയ്ത്? നിങ്ങൾ എന്താണ് ഈ ഡീസൻറ്റ് ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് എനിക്ക് നമുക്ക് കുറച്ച് ദിസ് ഈസ് നോട്ട് എ വൈറ്റ് കോളർ ജോബ്. വൈറ്റ് കോളർ ആവണമെന്നില്ല, പക്ഷെ നമുക്ക് കുട്ടികളെ നന്നായി സാമ്പത്തികമായി പഠിപ്പിക്കാൻ പറ്റണം. നമുക്കും കാറിൽ ഓടിച്ച് നല്ല ലാവിഷായി ജീവിക്കാൻ പറ്റണം. അത് കൃഷിയിൽ നിന്ന് പറ്റുമല്ലോ. ഡെഫിനറ്റായിട്ടും പറ്റും, പക്ഷേ ചെയ്യേണ്ട രീതി ചെയ്യണത്. ഇപ്പം ഞാൻ മുകളിൽ കണ്ട കവുങ്ങിൻ്റെ തോട്ടം കണ്ടില്ലേ, അതിൻ്റെ അകത്ത് അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൃഷി എന്ന് പറയുന്നത്. അതിനകത്ത് കവുങ്ങ് വരും, അതിനകത്ത് കൊടി വരും, അതിനകത്ത് കാപ്പി വരും. സോ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് 3 ഇൻകം കിട്ടില്ലേ. പിന്നെ പ്രോപ്പർ മാനേജ്മെൻറ്റ്. പിന്നെ സാറിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാറ് ഇതിൻ്റെ കൃഷിയുടെ കുറേ ഇറിഗേഷൻ എൻജിനീയറിംഗ് അല്ല സ്വയം സ്വായത്തമാക്കിയതായി. കാരണം ജോലിക്കാരൊന്നും വെച്ചിട്ടില്ല, അഥവാ വെക്കുകയാണ് സാറിൻ്റെ ഡിസൈൻ പ്രകാരമാണ് എല്ലാം വരുന്നത്. അതല്ലേ എങ്ങനെ വരുന്നു, എങ്ങനെ കിട്ടുന്നു സാറിന്? അത് ഇപ്പം മംഗലാപുരത്തൊക്കെ എനിക്കൊരു തോട്ടമുണ്ട്, അവിടെയൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. പിന്നെ അത് കണ്ട് ഓപ്പറേറ്റ് ചെയ്ത് മനസ്സിലാക്കി അതിൻ്റെ നെഗറ്റീവ്സ് എല്ലാം എനിക്കറിയാം. പിന്നെ പോസിറ്റീവ്സ്, പിന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് നമ്മൾ തന്നെ ചിന്തിച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അതിനനുസരിച്ചിട്ട് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളെ പറ്റി നോളജ് ഉണ്ട്. അപ്പം പിന്നെ യു കെയും നിങ്ങൾ വന്നില്ലേ, നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നില്ലേ, ലൈക്ക് വാട്ട് മെറ്റീരിയൽസ് ആർ അവൈലബിൾ. അപ്പോൾ അതെല്ലാം പോയി കണ്ടു. പിന്നെ നമ്മൾ തന്നെ തിങ്ക് ചെയ്ത്, നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പാഷൻ ഉണ്ടെങ്കിൽ യു വിൽ ഗോ ത്രൂ ഓൾ പ്രോസസ്. അതപ്പോൾ നമ്മൾ സാറ് റിട്ടയർ ആയിട്ടും സാർ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഞാൻ സെയിൽസ് ടാക്സിൽ വാറ്റിലെ ജോയിൻറ്റ് കമ്മീഷണറായിരുന്നു. അത് കഴിഞ്ഞ് പെൻഷൻ അല്ല, മണി മാത്രമല്ല പാഷനാണ് സാറിനെ ഡ്രൈവ് ചെയ്യുന്നത്. മണി എന്താണ്, വി ഹാഡ് മണി ആൻസിസ്റ്റർലി. പിന്നെ ഓവർ മണി വേണമെന്നില്ല, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇപ്പം മനസ്സിലില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ഈ ജോലി ഇത് നമ്മൾ പ്രോഫിറ്റബിളാക്കി. പിന്നെ അതിൻ്റെ നമ്മൾ ഇപ്പം നമ്മൾ നോക്കുന്നത് എങ്ങനെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. ആ രീതിയിലേക്കാണ് ഇപ്പം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അടുത്ത വർഷം നമ്മളിവിടെ കൊടി വെക്കുന്നുണ്ട്, 800 കൊടിക്ക് ബോർഡറിൽ തന്നെ പോയിൻ്റ് കണ്ടു. അപ്പോൾ അതും കൂടി ഈ കൂട്ടത്തിൽ കൊണ്ടു നടക്കും. പിന്നെ ഇതിൻ്റെ
ഈ എന്താ കൃഷിയുടെ ബോട്ടണിയും കൃഷിയുടെ ജിയോഗ്രഫി ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം, കെമിസ്ട്രി അറിഞ്ഞിരിക്കണം. കാരണം ഈ മരുന്നൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ നമുക്കതിനെ പറ്റിയെല്ലാം നല്ല അറിവ് വേണം. ഇതൊക്കെ വരും എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് അത്രയും താല്പര്യം വരുമ്പോൾ ഇതെല്ലാം വരും. അല്ല, കേരളത്തിൽ പലർക്ക് ഒരു ഭയങ്കര തെറ്റിദ്ധാരണയുണ്ട്, മറ്റേ ഈ കെമിക്കൽസ് തീരെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന്. സാറിന് എന്താ അഭിപ്രായം? അങ്ങനെയല്ല, വെൻ ദർ ഈസ് ഇൻറ്റൻസ് കൾട്ടിവേഷൻ. നമ്മൾ അത്യാവശ്യം പണ്ടത്തെ ലോകമല്ലല്ലോ. ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടില്ല. അതിപ്പം ജൈവ കൃഷിയാണെങ്കിലും ഇപ്പം ജൈവ കൃഷിയിലൂടെ ഏത്തക്കൊല ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് കിട്ടുന്ന എന്താ, വളരെ ചെറിയൊരു അംശമേ കിട്ടത്തുള്ളൂ. അത് ഉപയോഗിക്കാതിരിക്കാനായിട്ട് ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഫെർട്ടിലൈസർ ഒരു ചെറിയ, ഇപ്പം അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പറയുന്നത് 3.5 കിലോ ഫെർട്ടിലൈസറാണ് തെങ്ങിനൊക്കെ പറയുന്നത്. ഐ യൂസ് 1.250 kg ഓഫ് ഫെർട്ടിലൈസർ. പല ഇൻസ്റ്റാൾമെൻ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. കുറച്ചത് യൂസ് ചെയ്യണം. കാരണം പണ്ടത്തെ ലോകമല്ല, പണ്ടത്തെ അണുക്കളല്ല, പണ്ടത്തെ കാലാവസ്ഥയല്ല, എല്ലാം വേരിയേഷൻ വന്നില്ലേ. അപ്പം നമ്മൾ കുറച്ച് ഉപയോഗിക്കണം. പക്ഷേ ഓവറായി ഉപയോഗിക്കുന്നതാണ് ദോഷം ചെയ്യുന്നത്. ഓവർ ഉപയോഗിക്കരുത്. നമുക്ക് സമയമില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കണ്ടമാനം വാരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടില്ല. അതെ അതെ, കംപ്ലീറ്റ് ഇപ്പോൾ മണ്ണ് നശിക്കുമോ? മണ്ണ് നശിപ്പിക്കാതെ കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. അതിനെ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാറിന് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? സാറിന് സിറ്റിയിൽ ജീവിക്കുന്നു, ഇവിടെ ജീവിക്കുന്നു, തമ്മിൽ രണ്ടു കൂടി? സിറ്റിയിലും റൂറലല്ല, ഞാൻ ലോകത്ത് ജീവിക്കുന്ന ആളാണ്. ദിസ് ഈസ് മൈ ലൈഫ്. എനിക്കിത് ഇഷ്ടമാണ്. പിന്നെ എനിക്ക് നല്ല നല്ല ജോലിക്കാരുണ്ട്, നല്ല വർക്കേഴ്സ് ഉണ്ട്. ഇപ്പോൾ വിഷ്ണു കണ്ടില്ലേ, വേറൊരു വിഷ്ണു ഉണ്ട് ഫ്രം ആസാം. ഹി ഹാസ് ബീൻ വിത്ത് മീ ഫോർ 7 years now. അപ്പം അവരൊക്കെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. അങ്ങനെ പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരു ജോസഫുണ്ട്, ഹി ഈസ് വെരി മച്ച് ഡെഡിക്കേറ്റഡ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ്, അതുകൊണ്ട് അവരും ഡെഡിക്കേറ്റഡ് ആയി. എനിക്കങ്ങനെ നല്ല ആൾക്കാരുണ്ട് കയ്യിൽ. പിന്നെ ഈ കുറ്റ്യാടിയിലുള്ള ഭൂമി ഏറ്റവും നല്ല ഭൂമിയാണെന്ന് പറയും. സാറിന് എന്താ അഭിപ്രായം? കുറ്റ്യാടി ശരിയാണത്. ഭൂമിയാണോ എനിക്കറിയത്തില്ല. പിന്നെ കുറ്റ്യാടി ഈ ഏരിയ മുഴുവൻ നല്ല ഏരിയയാണ്, നല്ല വെരി ഫെർട്ടൈൽ. സാറ് ഇവിടുത്തെ അതല്ലാത്ത വേറെ ഏതെങ്കിലും തെങ്ങ് ഇവിടെ ഉണ്ടോ? കുറ്റ്യാടി തെങ്ങ് ഇനിയാണോ? ഇല്ല, ഇത് ഇവിടെയൊക്കെ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് കുറ്റ്യാടിയിലെ ഒരു പ്രൈം പ്രോപ്പർട്ടിയാണ് ഇത്, തെങ്ങിൻ്റെ. കാരണം ഇതിൻ്റെ അകത്തുള്ള തെങ്ങുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, തെങ്ങെല്ലാം നമ്പേർഡാണ്. ഓരോ തെങ്ങിന് എത്ര ഈൽഡ് കിട്ടുമെന്ന് അറിയാം. ഞാൻ ഇത്ര നല്ലൊരു തോട്ടം ഞാൻ കണ്ടിട്ടില്ല. ഈ വലിയ തെങ്ങൊന്നും ഞാൻ വെച്ചതല്ല. ഐ തിങ്ക് ഇറ്റ് വാസ് പ്ലാന്റഡ് ബൈ എൻ്റെ ഫാദർ ചെറുപ്പത്തിൽ, എൻ്റെ ഗ്രാൻഡ് ഫാദർ പ്ലാന്റ് ചെയ്തതാണ് അതൊക്കെ. പുള്ളി നല്ലൊരു അഗ്രികൾച്ചറിസ്റ്റായിരുന്നു, വെരി ഹാർഡ് വർക്കിംഗ് മാൻ. പിന്നെ കവുങ്ങ് സാറ് എവിടുന്നാണ് എടുക്കുന്നത്? കവുങ്ങ് ഞാൻ മംഗലാപുരത്താണ് കൊണ്ടുവരുന്നത്. അല്ലേ, ഏത് ഇനമാണ്? അവിടെ ഒരു ഞാനിവിടെ വെച്ചിരിക്കുന്ന വെറൈറ്റിക്ക് ഒരു സൈഗോൺ മംഗള എന്നാണ് പറയുന്നത്. പക്ഷേ ഐ ഡോണ്ട് ഗോ ബൈ നെയിം. ആ തോട്ടം ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നതാണ്. എനിക്കവിടെ ഭൂമിയുണ്ട്, അതിന് തൊട്ടടുത്തുള്ള തോട്ടമായിരുന്നു. അതിൽ നിന്ന് നല്ലപോലെ കായ്ക്കുന്ന കവുങ്ങുണ്ടായിരുന്നു. കവുങ്ങുകൾ 10 കൊല 11 കൊലയൊക്കെ കിട്ടുന്ന കവുങ്ങുകൾ. ഞാൻ അതിൽ നിന്ന് മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. അതാണ് ഞാൻ ഇവിടെ മൊത്തം വെച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത, അത് ഈൽഡ് വരുന്നത് 4 വർഷം കഴിയും. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് മംഗലാപുരത്ത് കവുങ്ങും തോട്ടമുണ്ട്, അതിപ്പോൾ 6-ാം വർഷമാണ്. എനിക്കിപ്പോൾ 6-7 കൊല കിട്ടുന്നുണ്ട് അവിടെ നിന്ന്. അതിൽ നിന്ന് ഒരു 1-2 കൊല കളഞ്ഞാലും നല്ല ഈൽഡ് കിട്ടും. ഓക്കെ. കേരളത്തിൽ ഇപ്പോൾ ആദായത്തിൽ ചെയ്യാവുന്ന ഒരു കൃഷി ഏതാണ്? അത് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ട് എല്ലാവരും പറയത്തില്ല, നല്ലതെന്ന് പറയത്തില്ല. അതെ, തെങ്ങ്. ഇത് പ്രൈസ് വേരിയേഷൻ വരുമ്പോൾ ഒരു മൾട്ടി ഇതാണ് ഏറ്റവും നല്ലതാണ്. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.